സ്വാമിനിമേ. ഹരിയോം. നമുക്ക് ഭയങ്കര സ്പീഡ് പോകണ്ട, അപ്പൊ ഇതൊക്കെ പോയി നോക്കാം. ഇത് മനസ്സിലാക്കാൻ നോക്കാം. നാളെ Guruji told we will go like this only. If any clarification is needed, we will get it. But let it go like one to one. ഓക്കെ. അപ്പോ ഇവിടെ നമ്മള് ഇന്നലെ പറഞ്ഞത് നമ്മുടെ പിന്നെ സം ഡിലൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന വിസ്മയം അല്ലെങ്കിൽ അതിശയമായിട്ടുള്ള അതിശയപരമായ ചില കാര്യങ്ങളും ചില പിന്നെ ഇന്റലക്ച്വൽ ബുദ്ധിമുട്ടുകൾ, കൺഫ്യൂഷൻ വരുത്തുന്ന കാര്യങ്ങൾ, അത് ഒരു ശാസ്ത്രീയ മനസ്സിനെ ഈ ഗണിതശാസ്ത്രത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാലും അതിൽ നിന്നും ചില കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ നവീകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിശക്തികളോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത്തരം കണ്ടുപിടുത്തവും നവീകരണവും ഒക്കെ ഉണ്ടാവണമെങ്കിലും അത് യുക്തിസഹമായി it is unrationalized. It's not completely rationalized. And therefore it is not sort of complete in that sense. അതിന് ആ ഫുൾ ക്ലാരിറ്റി വന്നിട്ടില്ല, അല്ലെങ്കിൽ it is not perfect in one sense. So they are then below that they are showing how such discoveries or നവീകരണങ്ങള്, ഇന്നോവേഷൻസ് അല്ലെങ്കിൽ വണ്ടേഴ്സ് ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട്, ദോ ദേ ആർ അൺറേഷണലൈസ്ഡ്, അവ എന്തൊക്കെയാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വൈ സോ ദാറ്റ് അദ്ദേഹം പറയുന്നത് രണ്ട് വശവും ഉണ്ട്, വണ്ടേഴ്സും ഉണ്ട്, യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റും ഉണ്ട്. യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ you need to have a solemn mind to understand it. അത് റേഷണലൈസ്ഡ് ആക്കണമെങ്കിൽ നമുക്ക് അത് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? ഉണ്ട്. അതെ, ഉണ്ട്. Inventions are taking place and day by day അദ്ദേഹം യൂസ് ചെയ്യുന്ന വാക്ക് there is a limitation of rationalization also over there. And how we can when we go through all these types, different types, either discoveries, innovations, or these wonders, as we go, as I've enlisted below, that will show how science of absolute can be വ്യക്തമാക്കാൻ പറ്റുമെന്ന്. എങ്ങനെ അത് വ്യക്തമാക്കാൻ പറ്റും? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്താന് ആ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിന്റെ തലത്തിൽ എങ്ങനെ നമുക്കത് ആ ലെവലില് പെർഫെക്റ്റ് സർട്ടിറ്റ്യൂഡ് ഉള്ള ഒരു ആ ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ട് ഈ ഡിസ്കവറിക്ക്. ഒരു ഈ ഇദ്ദേഹം പറഞ്ഞില്ല, നമ്മൾ ഇന്നലെ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു നമുക്ക് സ്ക്വയർ എന്ന് പറയുന്ന മാക്സിമം 4 പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നാല് ഓപ്പറേഷൻ കണക്കില് ഗുണനം, ഹരിക്കുന്നതും കുറയ്ക്കുന്നതും കൂട്ടുന്നതും, ഈ 4 എണ്ണം അതിനപ്പുറം അല്ലാത്ത ഓപ്പറേഷൻ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ആൽജിബ്രയിലെ നമ്മള് ചില ഹയർ വേവ് ഇക്വേഷൻസിലൊക്കെ അല്ലെങ്കിൽ ഹീറ്റ് ഇക്വേഷൻസിലൊക്കെ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ 2 വേരിയബിൾസിനെ കൂട്ടിച്ചേർത്ത് x+y അല്ലെങ്കിൽ a+b അതെടുത്തിട്ട് ചിലപ്പം അതിനെ a+b ബ്രാക്കറ്റിലിട്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യണം, സെക്കൻഡ് ഡിഗ്രി ആക്കണം, റേസ് ടു ദ പവർ ഓഫ് 2, അല്ലെങ്കിൽ അതിനെ 3 തവണ ഗുണിക്കണം എന്ന് പറഞ്ഞാൽ a+b റേസ് ടു ദ പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a+b. മനസ്സിലായോ? അപ്പൊ അതുപോലെ a+b റേസ് ടു ദ പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a+b ഇൻറ്റു a+b 3 തവണ ഗുണിക്കണം. വേറെ ഒന്ന് കണക്കുണ്ട്, a+b ഇൻറ്റു a+b ഇൻറ്റു a+b ഇൻറ്റു a+b 4 തവണ ഗുണിക്കണം. അപ്പോ അങ്ങനെ വരുമ്പം ഈ എയും വേരിയന്റും ബി വേരിയന്റും രണ്ടും ആഡ് ചെയ്തിട്ട് അത് വാല്യൂ അറിയത്തില്ല. വാല്യൂ അറിയാതെ ആണെങ്കിൽ അതിനെ റേസ് ചെയ്താൽ അത് സോൾവ് ചെയ്ത് വരുമ്പം ആൽജിബ്രയില് ഒരു പ്രത്യേക ഫോമിൽ വരും. ഫോർ എക്സാമ്പിൾ a+b എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് സ്ക്വയർ ആക്കുവാണെങ്കിൽ ഇറ്റ് ബിക്കം a² + 2ab + b², അങ്ങനെ വരും. എന്നാൽ a - b ആണെങ്കിൽ
ഇത് സോൾവ് ചെയ്ത് വരുമ്പം ആൽജിബ്രയിൽ ഇറ്റ് ബിക്കംസ് a സ്ക്വയർഡ് മൈനസ് 2ab പ്ലസ് b സ്ക്വയർഡ്. മനസ്സിലായി? അങ്ങനെ മറ്റേത് a പ്ലസ് b റേസ് ടു ദ പവർ ഓഫ് 3 വന്നാൽ ഇറ്റ് വിൽ ബിക്കം a പ്ലസ് b ഇൻറ്റു ആ മോളി പറഞ്ഞ പോലെ a സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് b സ്ക്വയർഡ്. അങ്ങനെ അതൊരു ബ്രാക്കറ്റിൽ. അങ്ങനെ ഒരു 3 വല്ല 4 വരെ നമുക്ക് ഗുണിക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. മനസ്സിലായോ? പക്ഷേ 4 കഴിഞ്ഞാൽ പറ്റത്തില്ല. 4 കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്നിട്ട് ഈ ഇക്വേഷൻസ് എവിടാ വരുന്നത്? ദീസ് ഇക്വേഷൻസ് വിൽ ഫീച്ചർ ഇൻ സം ഹയർ വേവ് ഇക്വേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ അവര് പറയും വേർ a ഷുഡ് ബി ഗിവൻ ദിസ് വാല്യൂ, b ഷുഡ് ബി ഗിവൻ ദിസ് വാല്യൂ. അപ്പൊ അങ്ങനെ ഇടുമ്പം നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ടേക്ക് ഇഫ് a ഷുഡ് ബി ഗിവൻ 5 ആൻഡ് b ഷുഡ് ബി ഗിവൻ ദ വാല്യൂ 2, അങ്ങനെ വല്ലതും ആണെങ്കിൽ a റേസ് ടു ദ പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 5 into 5 25. b 2 ആണെന്ന് പറഞ്ഞാൽ 2 റേസ് ടു ദ പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ഗുണനം 2 4. അപ്പൊ 4 5 ആഡ് ചെയ്താൽ 9. പിന്നെ 2ab നോക്കണം. 2 into 5 into 2. അപ്പൊ അങ്ങനെ 10 into 20. അപ്പൊ 20 പ്ലസ് ദിസ് ആഡ് ചെയ്ത ഒരു സംഖ്യ കിട്ടും. മനസ്സിലായോ? ഇങ്ങനാണത്. അപ്പൊ അതാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ഹയർ ഫോം മറ്റേ ചില വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻസിലൊക്കെ ഇത് വരുമ്പം അങ്ങനെ ഉപകരിക്കും. പക്ഷെ ഇവിടെ ഈ 4th ഡിഗ്രി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആൽജിബ്ര പ്രകാരം. പക്ഷെ 4th കഴിഞ്ഞാൽ പിന്നെ ഗാൽവ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സോൾവ് ആൽജിബ്രിക്കലി ദ ജനറൽ ഇക്വേഷൻസ് ഓഫ് ദ ഡിഗ്രി ഗ്രേറ്റർ ദാൻ 4. അപ്പൊ അത് അഡ്രസ് ചെയ്തപ്പം ആ ഗാൽവ at a young age, very young age, he developed the theory of groups and applied it to the question in hand. അതായത് impossibility കുറിച്ച് ഡീൽ ചെയ്തപ്പം he said, then he put the Galois great theorem, and that theorem is about regarding that group theory or group also, theory of groups. An algebraic equation of the order higher than the degree of 4 is algebraically solvable if and only if its group is solvable. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറെ കൂടെ നമ്മൾ അതിലോട്ട് പോകണം. എന്നിട്ട് അതിനകത്ത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻസിൽ നമ്മൾ എക്സും വൈയും എടുത്തില്ലേ, അതുപോലെ വേറെ ചില കൂടുതൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കോഎഫിഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരു സെറ്റായിട്ട്, സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ഫീൽഡായിട്ട് മാറുന്ന സംഭവമുണ്ട്, ഗ്രൂപ്പായിട്ട് മാറുന്ന സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനകത്തെ എലിമെന്റ്സ് പരസ്പരം നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം എന്നും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചാൽ ആ സെറ്റ് ഒരു ഗ്രൂപ്പ് ആവും. അപ്പൊ ആ ഗ്രൂപ്പ് ആകുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം പറയുന്നത്. പക്ഷെ നമുക്ക് അതിലോട്ട് കൂടുതലൊന്നും പോണ്ട. പക്ഷെ അപ്പൊ ഇതെന്താണ്, ഏത് കാറ്റഗറിയിൽ വരും? ഈ ഒരു കാര്യം ഒരു കണ്ടുപിടുത്തമാണ്, ഡിസ്കവറി അല്ലേ. ഹൗ ഡിഡ് യു ഗെറ്റ് ദ ഡിസ്കവറി? 4 വരെ കണക്ക് കൂട്ടി അങ്ങനെ കിട്ടി. 5ാമത്തെ തൊട്ട് പിന്നെ എന്തോ ചെയ്ത് കാണും, കുറെ ഒക്കെ കാൽക്കുലബിൾസ് ചെയ്ത് കാണത്തില്ലേ, കുറെയൊക്കെ അബ്സ്ട്രാക്ഷൻസും മറ്റേതും ഒരു ഉന്നത തലത്തിൽ പോയി കാണത്തില്ലേ. അപ്പോൾ ഹി വുഡ് ഹാവ് ഗോൺ ടു ദാറ്റ്. അവിടാണ് എന്തിന് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിന് വരാനുള്ള സ്കോപ്പുള്ള ഏരിയ. അവിടെ ഈ സയന്റിസ്റ്റ്, ഈ ഗാൽവ എന്ന് പറഞ്ഞ ഒരാള്, if he persisted at that consciousness level, and when he did his speculation on this, and when he did his deep introspection on the values and the operations of these and all that, at that high level of that consciousness level, where then that certitude would have come for his result. And that the science of the absolute would thus be clarified, or it would be enriched by the stand that the scientist would take. And in fact, the scientist was just very young during his time, and he thought like that to such a high level, at that level of absolute. And science of the absolute, a unified field നിന്നിട്ടാണ്, യൂണിറ്റി ഫീൽഡ് നിന്നുകൊണ്ടാണ് ആ ലെവലിൽ എത്തിയത്. സോ ദിസ് ഇസ് വെയർ ദ ഡിസ്കവറി, സം ഡിസ്കവറീസ് വിൽ clarify or enrich the science of the
ആബ്സല്യൂട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഇപ്പോൾ ചിലതിന് ഷോർട്ട് കമ്മിങ്സ് കാണും, ചിലതിന് അത്രയും റേഷണലൈസ് ചെയ്തില്ലെങ്കിൽ അത്രയും നല്ല റിസൾട്ട് കിട്ടത്തത്. ആൻഡ് ദിസ് റേഷണലൈസേഷൻ ഷുഡ് ബി അറ്റ് എ വെരി വെരി ദാറ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോഴേ ആ ആബ്സല്യൂട്ടിന്റെ ആ നോർമറ്റീവ് ഫീൽഡിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് അതിന്റെ സ്കോപ്പ്, അതിനെ എൻറിച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് വൺ സച്ച് എക്സാമ്പിൾ. പിന്നെ എന്റെ ഒരു യൂട്ടോപ്പിയൻ തോട്ടാണെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും എനിക്ക് ഇത് നോക്കിയപ്പോൾ ഇപ്പൊ നമ്മൾ ആ മാത്തമാറ്റിക്സിൽ ഇപ്പൊ ഈ 4 കമ്പോണൻസ് അഡീഷൻ സബ്ട്രാക്ഷൻസ് ഒക്കെ പറഞ്ഞു. ദെൻ നമ്മള് ഇതില് ഇദ്ദേഹത്തിന്റെ ഈ മാക്സിമം നമുക്ക് 4 ഡിഗ്രി വരെ പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മള് ഗാലിയോസ് പറഞ്ഞു. ദെൻ നമ്മള് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ വരുമ്പോഴത്തേക്ക് 4 ക്വാഡ്രന്റ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ മോണോമാർക്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും വി യൂസ് 4 നമ്പേഴ്സ്. അപ്പം ഈ സോ കോൾഡ് 4 is coming every now and then in picture. Yes, 4 is coming. Correct. 4 in a significant. അപ്പൊ അതെന്താ ശരിക്കും നമുക്ക് എന്താ പറയാ, അതിശോക്തിയുടെ പോലല്ലേ, ഒരു വിസ്മയം പോലെ 4ന്റെ ഒരു കളി. അപ്പൊ അങ്ങനെ അത് ഡിലൈറ്റ്. അതന്നെ അതുണ്ട് അതിനകത്ത്, അതുണ്ട്. ഉണ്ടോ അതില്. അപ്പൊ ഇത് പറയുമ്പോ തന്നെ ഈ നമ്പേഴ്സ് നമ്മൾ പറയുമ്പോ തന്നെ ഈ നമ്മള് ഈ 4 ഈ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ തെത്രാക്കിയാസ് വരുമല്ലോ. എന്താ വരും? തെത്രാക്കിയാസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. നമ്മൾ ഈ 4th ഇതിൽ തന്നെ ഓൾസോ 4. ഇപ്പൊ 4 മാറ്റർ, അതായത് എർത്ത്, വാട്ടർ, ഫയർ, ഇത് വരുമ്പോഴത്തേക്ക് ആ മാറ്ററും അപ്പൊ അതിന്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഈ 4 ഡയമെൻഷൻസിലാണ് അല്ലെ 10 പോയിന്റ്സ് ദേ ആർ ഗോയിങ് ഇൻ 4 ഡയമെൻഷൻസിൽ അത് വരയ്ക്കുകയാണ് അല്ലേ? വരയ്ക്കുകയാണ്. കറക്റ്റ്. അതുകൊണ്ട് പിന്നെ ഈ കാർട്ടീസിയന്റെ കാര്യം പറഞ്ഞല്ലേ, ടു ഡിസ്റ്റിംഗ്വിഷ് ദ റിലേറ്റർ ഫ്രം അനദർ, വൺ അനദർ എന്ന് പറഞ്ഞാൽ റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഓർക്കുന്നുണ്ട് റിലേഷൻ റിലേറ്റർ എന്നും പറഞ്ഞ നമ്മൾ ഇതിന് മുമ്പേ ഒരു തവണ പറഞ്ഞത്. അന്ന് പറഞ്ഞാൽ എന്താവാ, ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു വൺ അദർ ഇൻ ദ യൂണിവേഴ്സ്. അപ്പൊ അതിനൊരു പൊസിഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് മോണോ മാർക്സ് കൊടുക്കണം. ഈ മോണോ മാർക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി ഇൻ സ്പേസ് കൊടുക്കണമെങ്കിൽ എക്സ് വൈ സെഡിനോട് ഒരു നമ്മളൊരു സാങ്കല്പികമായിട്ട് 3 ആക്സിസ് 3 സ്ട്രേറ്റ് ലൈൻ പരസ്പരം ക്രോസ് ചെയ്ത്, ഒന്ന് ഒരു പ്ലെയിനിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, മറ്റേ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഈ ലൈൻ കുറുകെ പോകും അതേ പ്ലെയിനിൽ. പിന്നെ മൂന്നാമത്തെ ഒരു ലൈൻ ഈ 2 ലൈനിന്റെയും സെന്ററിൽ നിന്ന് മോളിൽ നിന്ന് താഴെയോട്ട് ഈ 2 ലൈനിനെയും ക്രോസ് ചെയ്ത് സെന്റർ കഴിഞ്ഞ് താഴോട്ട് പോകും. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ടാവും? 2 എണ്ണം പുറയിലോട്ട്, മോളിൽ 2 എണ്ണം മുകളിലോട്ട് മുന്നോട്ടുണ്ടാവും. അതുപോലെ താഴെയും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു കാർട്ടീസിയൻ കോർഡിനേറ്റില് നമുക്ക് ഒരു പോയിന്റ് ഇവിടെ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റേറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഒറിജിൻ. ആ ഒറിജിൻ ക്രോസ് ചെയ്യുന്ന ഈ 3 ലൈൻ ക്രോസ് ചെയ്യുന്ന ഒറിജിൻ ഉണ്ട്, ആ പോയിന്റ് പറയണം. ആ പോയിന്റിൽ നിന്ന് എത്ര ദൂരമുണ്ടത്, എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഹോറിസോണ്ടൽ ലൈനിൽ നിന്ന് എത്ര ദൂരമാണത്, വൈ ആക്സിസിൽ നിന്ന് എത്ര ദൂരമാണത്, എക്സും വൈ ആക്സിസും ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് ആ പ്ലെയിനിൽ നിന്നും എത്ര അകൽച്ചയാണ് ഉള്ളത്. പിന്നെ സെഡ് ആക്സിസ് നിൽക്കുന്ന ആക്സിസ് അതിൽ നിന്ന് എത്ര പോയിന്റ് അത് അകൽച്ചയിലാണ്. ഇതിന്റെ പൊസിഷൻ പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടോൾഡ് വിത്ത് റെഫറൻസ് ടു എക്സ് വൈ സെഡ് ആൻഡ് ദറ്റ് ഒറിജിൻ. അപ്പോഴേ 4 മോണോമാർക്സ് വേണം, 4 മോണോമാർക്സ് വേണം. അങ്ങനെ ചില ഓപ്പറേഷൻസ് നടത്തുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സച്ച് ആക്സിസ് ഓൾസോ അപ്പോഴും അപ്പൊ ആ റൊട്ടേഷൻ ആക്സിസ് പറയണ അതായിരിക്കും 1 പോയിന്റിന് പകരം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ 4 എന്ന് പറയുന്ന കാർട്ടീസിയൻ കോർഡിനേറ്റ്സിനെ സംബന്ധിച്ചും
ഈ പൊസിഷൻ ഓരോരോ മെറ്റീരിയലിന്റെ ഓരോ സാധനത്തിന്റെ പൊസിഷൻ ഇൻ സ്പേസ് കാണിക്കണമെങ്കിൽ നമുക്ക് വി ഷുഡ് ഡ്രോ സംവെയർ ക്ലോസ് ടു ദിസ്. ഒരു സാങ്കല്പികമായിട്ട് ഒരു ഒറിജിൻ, ഒരു പോയിന്റ് സെന്റർ കണ്ടിട്ട് അവിടെ നിന്ന് 3 ഈ ലൈൻസ് വരച്ചിട്ട് ഇത് ഏത് ക്വാർട്ടറിലാണ് വരുന്നത്, മുകളിലത്തെ 4 ക്വാർട്ടറിലോ താഴത്തെ 4 ക്വാർട്ടറിലോ അതനുസരിച്ച് ഇതിന്റെ പൊസിഷൻ കൊടുക്കാൻ 4 റെഫറൻസ് പോയിന്റ്സ് കൊടുത്താൽ പോയിന്റ്, ലൈന്, ചിലപ്പോൾ ആംഗിളും കൊടുക്കേണ്ടി വരും. അതപ്പം പ്രൊജക്ഷൻ, ഈ സാധനത്തിന്റെ പ്രൊജക്ഷൻ ഇൻ സ്പേസിനെ കുറിച്ച് പറയും. അതാണ് മനസ്സിലായി. ഓർത്തോഗോണാലിറ്റി എന്ന് പറയുന്ന വാക്ക് ഇതാണ്. അത് റൈറ്റ് ആംഗിൾസിൽ ഇങ്ങനെ നിൽക്കുന്നതിന് അത്രേ ഉള്ളൂ. അത് കൂടുതൽ അതിനെ കുറിച്ച് ചൊല്ലി ടെൻഷൻ പിടിക്കേണ്ട. അപ്പൊ അത് നോക്കുമ്പം അതിനകത്ത് ഒരു അതിശോക്തി ഉണ്ട്. ഡിസ്കവറി ഉണ്ടായിരുന്നു ഗൽവായില്, അതിശോക്തി ഉണ്ടായിരുന്നു. ഇവിടെ there is a wonder in that number 4 coming, and there is also the relevance also to it. If not an innovation ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ ആ ഒരു പിന്നെ റേഷണലൈസേഷനിൽ നമുക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ റേഷണലൈസ് ചെയ്ത് വന്നാൽ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും. ആ ഓർത്തോഗോണാലിറ്റിയെ സംബന്ധിച്ചും എന്തെങ്കിലും പിന്നെ ഇത് പറയുമ്പോൾ തന്നെ 4 നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുമ്പോഴും how can we rationalize it? To rationalize it, definitely we have to go possible for us to rationalize it. For rationalization also, how you came to a certain extent അന്ന് നമ്മൾ റാഷണലൈസ് ചെയ്തത്. ഇപ്പൊ ഇതുവരെ ഈ പോയിന്റ് തന്നെ എടുക്ക. ഒരു ദ്രവ്യത്തിന്റെ ഒരു പൊസിഷൻ കാണിക്കണമെങ്കിൽ എന്തിനെ റെഫർ ചെയ്തിട്ടാ? എവിടെയോ ഒരു പോയിന്റിൽ ഒരു സാധനം നിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ റൂമിനകത്ത് തന്നെ പിന്നെ ഈ പിന്നെ ക്ലോക്ക് നിൽക്കുന്ന, ക്ലോക്ക് വേണ്ട, ഒരു മേശപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ any say for example what would more than that in space what you could say what is ഒരു perfect example എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് that with relation to another one object. Say I have a knob, the door knob, and close to the door knob I have a cup. So how is the door knob related to the cup on a table place close to the door? How will I relate? തന്നെ നമുക്ക് ഇതേ പണിക്ക് മോണോവാക്സാണെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മള് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ക്രൈം സീൻ വരുമ്പോ ഇത് ഇന്ന സ്ഥലത്ത് നടന്നു. അപ്പൊ നമ്മള് തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് വെച്ചിട്ട് അതില് 4 ദിക്കിലും വെച്ചിട്ട് റെഫറൻസ് എടുത്ത് പുട്ടിങ്. പക്ഷെ അങ്ങനെ വരുമ്പം എത്ര എണ്ണം ഉണ്ട് അവിടെ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റേ ഉള്ളൂ. അതെ, അപ്പൊ അവിടെ 4 ഉള്ളൂ. അവിടെ 4 അവിടെ 4 ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെയും ക്വാർട്ടേഴ്സ് 1, 2, 3, 4 ഉണ്ടാവുള്ളൂ അല്ലേ? നോർത്ത്, സൗത്ത് അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കാം? നോർത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ, ഈസ്റ്റ് വെസ്റ്റ് എങ്ങനെ എടുക്കും? ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ? അങ്ങനെയല്ലേ എടുക്കുന്നത്? അപ്പൊ അങ്ങനെ എടുക്കുമ്പം നമുക്ക് 4 ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത്, അതായത് കിഴക്ക് പടിഞ്ഞാറ് പറഞ്ഞ ഈസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് മീൻസ് നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് പറയണമെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിന്റെയും പിന്നെ ഇടത്തോട്ടുള്ള ലൈൻ, ഈസ്റ്റ് വെസ്റ്റ് പറയാൻ ഈസ്റ്റ് റൈറ്റിലാണെങ്കിൽ വെസ്റ്റ് ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മൾ പറയും ആ സെന്ററിൽ നിന്ന് മുകളിലോട്ട് നിൽക്കുന്ന ലൈനും ഇടത്തോട്ട് നിൽക്കുന്ന ലൈനും അത് വെസ്റ്റ് ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കിടക്കണം ആ പോയിന്റ്. അപ്പൊ ഇത് പറയണമെങ്കിൽ നമുക്ക് എന്തോ വേണം? ഒരു പോയിന്റ് വേണം, എക്സ് ആക്സിസ് വേണം, അതായത് ഹോറിസോണ്ടൽ ലൈൻ വേണം, ആ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ് വേണം. എന്നിട്ട് അതിന് ആംഗിൾ ഉണ്ടെങ്കിൽ, ആ പോയിന്റിന് എവിടെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിളും കാണിക്കണം. അപ്പൊ അങ്ങനെ സെന്റർ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മള് ന്യൂമറിക്സ് വരുവാണ്. ന്യൂമറിക്സ് വരുമ്പോ തന്നെയാണ് നമുക്ക് അവിടെ എന്താണ് പറയുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത്. ഒരു ഹോളിസ്റ്റിക് ബീയിങ് വരുന്ന അപ്പൊ എന്താണ്, വി ഹാവ് ദിസ് നമ്പർ ഓർ ദ എംപിറിക് ആൻഡ് ഓൾസോ ദ സോ കോൾഡ് കൺസെപ്ച്വൽ പ്ലെയിൻ. കൺസെപ്ച്വൽ പ്ലെയിനും ഉണ്ട്, നമ്പർ വെച്ച് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മൊത്തം സ്കീം എന്ന് പറയുന്നത്
ഈ സ്ട്രക്ചറും ഈ കോർഡിനേറ്റ്സും നമ്പർ എന്നൊക്കെ അത് കൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അതായത് അത് ജോമെട്രിക്കൽ റെഫറൻസും ഓൾജിബ്ര രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് അവിടെ ആ സർട്ടിറ്റ്യൂഡ് വരുന്നത്. എല്ലാം വരണം. അതിലെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അപ്പൊ പൂർണ്ണമല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് തന്നെ ഇപ്പൊ പറഞ്ഞപ്പം പൂർണ്ണത ഒരു രീതിയിൽ ശരിയാവൂല. പറയട്ടെ എങ്ങനെയാണെന്ന്. ഈ തെക്ക് വടക്ക് അങ്ങനെ പറഞ്ഞാലും ഇപ്പം നമ്മള് തെക്ക് വടക്ക് ലൈന് സങ്കല്പിച്ചാല് പിന്നെ വെർട്ടിക്കൽ ലൈൻ എടുത്താൽ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ ഹോറിസോണ്ടൽ ലൈൻ എടുത്താൽ അത് പൂർണ്ണമാകത്തില്ല. പിന്നെയും കുറുകെ ഒരു ലൈൻ വരണം 3 dimensional ആയിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 2 dimensional. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം പറയുന്നത് ഈ 3 ആക്സിസും വേണം, ആ സെൻട്രൽ പോയിന്റും വേണം. അപ്പൊ 4 കാര്യങ്ങൾ വേണം ഒരു പോയിന്റിന്. അപ്പൊ ആ ചിന്ത പിന്നെ റേഷണലൈസേഷന്റെ മണ്ഡലത്തിൽ നിന്നിട്ട് പ്രസന്റിൽ നിന്ന് സ്പേസിനെ കുറിച്ചുള്ള ഒരു ബോധം നന്നായിട്ടുണ്ടെങ്കിലേ ഉള്ളല്ലോ ഇതെല്ലാം പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതിന് ലിമിറ്റേഷൻ കാണും. അതാണ്. അപ്പോ ആ പോയിന്റ്. അപ്പൊ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഇവിടെ ആ സർട്ടിറ്റ്യൂഡിന്റെ ലെവലിൽ കുറച്ചുകൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം വേണമെങ്കിൽ. മീൻസ് ദാറ്റ് സ്കോപ്പ് ഓഫ് ദാറ്റ് ആബ്സല്യൂട്ടിനെ കുറച്ചുകൂടെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനാണെങ്കിൽ ഇതിനകത്തെ ചില ലിമിറ്റേഷൻ ഈ 2 ലൈൻ മാത്രം വെച്ച് പറയുന്നതിനെക്കാട്ടിൽ 3 പിന്നെ പരസ്പരം റൈറ്റ് ആംഗിൾസ് ഉള്ള ലൈൻ വെച്ച് ത്രൂ ആൻ ഒറിജിൻ ആണെങ്കിൽ കുറച്ചുകൂടി കംപ്ലീറ്റ് ആകും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കാം. പിന്നെ അവിടെ തന്നെ അല്ല, അവിടെ നിന്നാ പോരാ, വേറെ ഒരു ഈ 4 മാത്രം ചിന്തിക്കേണ്ട. ആ പോയിന്റ് നിൽക്കുന്നത് വിത്ത് റെഫറൻസ് ടു ദറ്റ് സെന്റർ. നമ്മൾ ആ പോയിന്റും സെന്ററും നമ്മൾ കണക്ട് ചെയ്താൽ ഈ ലൈന് ആ ലൈനിന്റെ അങ്ങേ അറ്റത്തുനിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ ആ ആംഗിൾ എത്രയാണ് സെന്ററും മറ്റേ ഒരു പ്ലെയിനും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. അതിന് ആ ആംഗിളും നമ്മൾ ചിന്തിക്കണം. 5ാമത്തെ പോയിന്റിനെ കുറിച്ചും ചിന്തിക്കണം. അപ്പൊ അങ്ങനെയാണ് ഹോൾസുമായിട്ട് നമുക്ക് നല്ലൊരു ബോധം ഉണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയും ആംഗുലർ ഡിപ്പെൻഡൻസും ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന. അപ്പൊ 4-നപ്പുറം പോകാം. 4 നമ്പേഴ്സ് മാത്രം എന്തിനാ? 5ാമത്തെ ഒരു മാർക്ക് കൂടെ ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ അപ്പൊ അങ്ങനെ ആ സർട്ടിറ്റ്യൂഡിന് കുറച്ചുകൂടെ ക്ലാരിറ്റി, സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് കുറച്ചുകൂടി പക്ക ആവണമെങ്കിൽ ആ കോൺഷ്യസ്നെസ് ലെവലിൽ നമ്മൾ പ്രസന്റ് ലെവലിൽ നിന്നിട്ട് കുറച്ചുകൂടി ബോധവന്മാരായിട്ട് എല്ലാ ആസ്പെക്റ്റും നമ്മൾ ചിന്തിച്ചാലേ ഉള്ളൂ. കോൺഷ്യസ്നെസ് ലെവലിൽ ഹോൾസം കോൺഷ്യസ്നെസ് ലെവലിൽ നിന്നാലേ ഉള്ളൂ ആ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിന് കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുന്നതെന്ന്. അതാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ പർപ്പസ്. സോ അങ്ങനെ റിമാർക്കബിൾ 4 എന്നുള്ളൊരു അതിശക്തി ഉണ്ട്. പക്ഷെ അതല്ല, അതിന് അതിനപ്പുറം ബിയോണ്ട് ദാറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇത് മനസ്സിലായല്ലോ. ലിമിറ്റേഷൻ. അതാണ് ലിമിറ്റേഷൻ. അത് അവിടെ പറയുന്നുണ്ട്. അവിടുത്തെ ആദ്യത്തെ ലൈൻ, ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, വി ഷാൽ നൗ എന്യൂമറേറ്റ് some of them at random, and the some of them is innovations and wonders which the ഗണിത ശാസ്ത്രത്തിൽ നമ്മൾ കണ്ടെത്തിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ we shall enumerate some of them at random without being sequential, so as to show how a science of absolute could be made more clarified and enriched. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എൻറിച്ച്ഡ് എങ്ങനെ ആകാം നമ്മൾ കണ്ടെത്തിയത്. ഇത് ആദ്യത്തെ പോയിന്റ് ആയിരുന്നു. ആദ്യത്തെ പോയിന്റിന്റെ അടിയിൽ കാർട്ടീസിയൻ കോർഡിനേറ്റ്സിനെ കുറിച്ചും ഗൽവയുടെ ആൽജിബ്രിക് ആയിട്ടുള്ള ഇക്വേഷൻസും പിന്നെ അരിത്മെറ്റിക്കിന്റെ 4 ഇതിനെ കുറിച്ചും ഓപ്പറേഷനെ കുറിച്ചും 3 കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇനി അടുത്ത പോയിന്റ് ആണ് ദ വെരി ഫാക്ട് ദാറ്റ് ഇൻ മോഡേൺ മാത്തമാറ്റിക്സ്, ഇത് വേറെ ഒരു അതിശക്തിയുള്ള ഒരു കാര്യവും എന്നാൽ വണ്ടർ തന്നെയാണ്. അവർ പറയുന്നത് നമ്മൾ ഓരോ ഇക്വേഷൻ ആൽജിബ്രയിൽ നമ്മൾ എഴുതുമ്പം അതിന് ആ ഇക്വേഷനകത്ത് 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷനെ നമുക്ക് ഒരു ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഉദാഹരണം, എനിക്ക് y = mx
എം ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ മാറത്തില്ല. ഇപ്പം പ്രഷറും വോളിയം ഒരു ഗ്യാസിന്റെ എൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചു, വൈ മാറും എക്സും മാറും. അപ്പോൾ വൈ കൂട്ടിക്കൊണ്ടിരുന്നാൽ, പ്രഷർ കൂട്ടിക്കൊണ്ടിരുന്നാൽ വോളിയം കൂടത്തില്ല. പക്ഷെ വോളിയം കൂടിയെന്ന് വിചാരിച്ചു, അങ്ങനെ കൂടത്തില്ല. പ്രഷർ കൂടിയാൽ ഗ്യാസിന്റെ വ്യാപ്തം കുറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ് എടുക്കുക. ടെമ്പറേച്ചർ കൂട്ടിയാൽ വാതകത്തിന്റെ വ്യാപ്തം കൂടും എന്ന് പറഞ്ഞാൽ, അപ്പോൾ വൈ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോള്യൂം. അതായത് വ്യാപ്തം ടെമ്പറേച്ചറിനോട് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റും കൊണ്ട് ഗുണിച്ചാൽ then we will say വോള്യൂം V is equal to K into temperature T. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇക്വേഷൻ അങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം അതിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ഒരു ഗ്രാഫ് പേപ്പറിൽ ആ ഗ്രാഫ് പേപ്പറിന്റെ ഇടത്ത് വശത്ത് ഞാൻ V പ്ലോട്ട് ചെയ്താൽ, പല വാല്യൂസ് Vന്റെ പ്ലോട്ട് ചെയ്യാം, 0, 1, 2, 3, 4. എന്നിട്ട് ഈ മറ്റേ ആക്സസിൽ ഞാൻ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്താൽ 0-ൽ നിന്നും, അപ്പോൾ ഞാൻ അളന്നെടുത്തു. എങ്ങനെ അളന്നെടുത്തു? ടെമ്പറേച്ചർ പിന്നെ ഗ്യാസിന്റെ 30 ഡിഗ്രി, അതായത് റൂം ടെമ്പറേച്ചർ ആയിരുന്നപ്പം വ്യാപ്തം ഇത്രയായിരുന്നു. അളക്കാൻ മാർഗം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ. പിന്നെ അത് 50 ഡിഗ്രീസ് ആക്കിയപ്പം വ്യാപ്തം കുറച്ചുകൂടി കൂടി. അത് എത്രയാണെന്ന് അളന്നു. 70 ഡിഗ്രി ആയപ്പം കുറച്ചുകൂടി കൂടി. അപ്പൊ അതെല്ലാം ആ ഇക്വേഷനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. എത്ര ഇക്വേഷനായിട്ട്? ദാറ്റ് 30 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നപ്പം വൈക്ക് ഒരു പ്രത്യേക വാല്യൂ ഉണ്ടായിരുന്നു. 50 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നപ്പം വൈക്ക് വേറെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു കെ ടിക്ക് പല വാല്യൂസ് വരും. അത് നമ്മൾ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ത്രൂ ദ ഒറിജിൻ, ആ ജംഗ്ഷൻ ഇല്ലേ, എക്സ് ലൈൻ, മറ്റേ ഗ്രാഫ് പേപ്പറിന്റെ ഇടത്ത് വശത്തെ ലൈൻ, വലത്തുവശത്തെ ലൈനിന്റെ നടുക്കത്തെ ആ പോയിന്റിൽ നിന്ന്, ഒറിജിനിൽ നിന്ന് ഈ ലൈന് എങ്ങനെ വരും? ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വരും ഈ ഡേറ്റ. മനസ്സിലായോ? അപ്പോ അതാ പറയുന്ന ചില ഇക്വേഷൻസിന് അതിനെ ഗ്രാഫിക്കൽ ഫോമിൽ കൊണ്ടുവരാൻ പറ്റും. ആ സ്ട്രേറ്റ് ലൈൻ ഒറിജിനിൽ നിന്ന് വരാതെ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ y is equal to mx plus c. ആ പൊങ്ങി നിൽക്കുന്ന വാല്യൂ ആയിരിക്കും ആ സിന്റെ വാല്യൂ അളന്ന് നോക്കിയാൽ. അങ്ങനെ പിന്നെ ഒരു എലിപ്സ് പോലെ ആണെങ്കിൽ അപ്പോൾ അതിന് വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്. എലിപ്സ് വരയ്ക്കുവാണെങ്കിൽ ഈ 2 ഡയമെൻഷണൽ പേപ്പറിൽ അങ്ങനൊക്കെ ഓരോരോ ഇക്വേഷനും ഓരോരോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഉണ്ട്. അപ്പോൾ the very fact that in modern mathematics there can be equations that answer to their own graphical representation is a sufficiently mysterious phenomenon, and it is a fundamental basic feature of the algebra of geometry. Equation ആയിട്ട് ഇരിക്കുമ്പോൾ algebra ആണ്, പടമായിട്ട് വരുമ്പോൾ geometry or vice versa, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. geometry, algebra രണ്ടും ഉണ്ട് അതിനകത്ത്. Why should visible shapes or forms on the graph paper have anything to do with something purely conceptual? കൺസെപ്റ്റ് എങ്ങനെ കിട്ടി? നമ്മുടെ ഡിഫറെന്റ് വാല്യൂസ് അളന്നെടുത്തിട്ട് ആ ഇക്വേഷനിൽ ഫിറ്റ് ചെയ്ത് വന്നപ്പം ഈ റിലേഷനാണ് y is equal to mx കൺസെപ്റ്റുവൽ ആയിട്ട് കിട്ടി. പക്ഷെ ആ കൺസെപ്റ്റുവൽ ആയിട്ട് കിട്ടിയ y is equal to mx എന്ന് പറഞ്ഞ അളന്നെടുത്ത് പാരാമീറ്റേഴ്സ് ഗ്യാസിന്റെ അളന്നിടുന്ന് കണ്ട് ഒബ്സർവബിൾ ചെയ്യുന്ന കൺസെപ്റ്റ് കിട്ടിയിട്ട് y is equal to mx എന്ന് പറയുന്ന കാൽക്കുലബിൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് പിന്നെ ഒരു വിസിബിൾ ഫോം വരുന്നു. അങ്ങനെ വരുമ്പം what does it mean? This necessarily presupposes a neutral substance where matter and mind seems to participate. പക്ഷെ മാറ്റർ മൈൻഡ് മാത്രം പോരാ, ത്രൂ സം ആബ്സല്യൂട്ടിസ്റ്റ് മീഡിയം. അപ്പൊ കോൺഷ്യസ്നെസ് ലെവലിലൂടെ വരണം, വിച്ച് ഇസ് നീദർ ഹോളി മാറ്റർ നോർ ഹോളി മൈൻഡ്. അപ്പൊ ആ കോൺഷ്യസ്നെസ് ലെവൽ വരണം. ദിസ് മസ്റ്റ് പോസിബിളി ഇംപ്ലൈ എ ഹോമോജീനസ് മാട്രിക്സ് വേർ അലോൺ concepts and percepts could meet, cancelling themselves out in the normative principle of the absolute. ശരദിക്ക് മനസ്സിലായോ ഇത്? ഇതും പിന്നെ ഇതിലേക്ക് വരുന്നത് ഇപ്പൊ മാറ്റർ ആയാലും ഇത് രണ്ടും അദ്ദേഹം കോൺസെപ്റ്റ്സ് പറഞ്ഞു, പ്രിസെപ്റ്റ്സ് പറഞ്ഞു. അപ്പം അദ്ദേഹം മാറ്ററും മൈൻഡും പറയുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആൾജിബ്രയും
ജിയോമെട്രിയും രണ്ടും പൂരകങ്ങളായി നിൽക്കുന്നത് കണക്ക് തന്നെ ഇക്വേഷൻസിന്റെ തന്നെ ഹോളിസ്റ്റിക് റെപ്രസെന്റേഷന് ഇറ്റ് നീഡ്സ് എ ജിയോമെട്രി ഫോർ ദാറ്റ്. അപ്പം അതിന് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അതിന് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരുന്ന ഒരു ന്യൂട്രൽ സോണിൽ പോകുന്നുണ്ടല്ലോ ദാറ്റ് യു ആർ സെയിങ്. അപ്പം അത് കണക്കുള്ള ഒരു കാര്യമായിരിക്കും പറഞ്ഞു വരുന്നത്. ന്യൂട്രൽ സോണ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം മാട്രിക്സ് വേണം, കോൺസെപ്റ്റ്സും പ്രിസെപ്ഷനും ഔട്ട് എന്ന് നോമിനൽ അബ്സല്യൂട്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. കാരണം നമ്മള് ഗ്യാസ്, ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ്, ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് എടുത്ത് ഒരു മെഷറിംഗ്, ഒരു വ്യാപ്തം അളക്കുന്ന ഒരു ഭാഗത്തിൽ വെച്ചപ്പം ആ ഗ്യാസിന്റെ ചുറ്റിനുമുള്ള ടെമ്പറേച്ചർ തെർമോമീറ്റർ വരെ നമ്മൾ വെച്ച് അളന്നിട്ട് കൃത്യമായിട്ട് നമ്മളത് കൂട്ടിക്കൊണ്ടിരുന്നപ്പം വ്യാപ്തം കൂടിയപ്പം ആ വ്യാപ്തം കൂടുമ്പം അതിനകത്ത് താഴത്തെ മെർക്കുറി കുറച്ചൊരു താഴും, അങ്ങനെ അതൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ വ്യാപ്തം അളന്നു. അപ്പൊ അത് വിസിബിൾ ആയിരുന്നു. അതായത് നമ്മള് മെഷർ ചെയ്തു, പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. ഐ കൊണ്ട് കണ്ടു, ഐ അല്ലെങ്കിൽ പ്രഷർ ഗേജ് അല്ലെങ്കിൽ വ്യാപ്തം അളന്നു, ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ച് അളന്നു. ഇത് രണ്ടും കണ്ടു, അതായത് പെർസെപ്ഷൻ ഉണ്ടായി. എന്നിട്ട് ആ റിലേഷൻ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഈ വൈന്റെ വാല്യൂവും എക്സിന്റെ വാല്യൂവും എടുത്ത് നോക്കിയപ്പോൾ ഡിഫറെന്റ് വാല്യൂ ആണ്. പക്ഷെ നമ്മളൊരു കോൺസ്റ്റന്റ് അവിടെ ഇട്ടപ്പം രണ്ടും പരസ്പരം ഈക്വൽ വാല്യൂ വന്നു. y is equal to k into x എന്ന് എഴുതുമ്പോൾ, അതായത് വ്യാപ്തം v is equal to k into temperature 30. അപ്പോൾ എത്രയാണോ ആ 30 into k ഗുണിച്ചാൽ ആ വ്യാപ്തത്തിന് തുല്യമായിട്ട് വരുന്നു. അങ്ങനെ കുറെ തവണ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് ഈ ഇക്വേഷനിൽ ഫിറ്റ് ചെയ്തത്. അതപ്പം കൺസെപ്ച്വലായി. അപ്പോൾ പെർസെപ്ഷൻ കൺസെപ്ച്വലായി. ഈ പെർസെപ്ഷൻ കൺസെപ്ച്വൽ ആയിട്ട് അത് ഗ്രാഫിക്കലൂടെ ആവണമെങ്കിൽ അതാ പറയുന്നവര് ഈ പെർസെപ്ഷനും കൺസെപ്ച്വലും രണ്ടും ചേർന്ന് വരുന്ന ഒരു ആ മണ്ഡലം, അത് വെറും എന്താണ് മാറ്ററിന്റെ മാറ്റവും മനസ്സിന്റെ ഫങ്ഷനിങ് മാത്രം പോരാ, അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അങ്ങനാണെങ്കിൽ അതിന് ചില മിസ്റ്റേക്സ് വരും. അവനപ്പൊ എങ്ങനെ ചിന്തിക്കണം? അവന് കുറച്ചുകൂടി സൂക്ഷ്മ തലത്തിൽ ചിന്തിക്കണം. അതെ, ഞാൻ എന്താ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഞങ്ങള് ഒരു കാര്യം മോന്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞു തരാം, പിന്നെ ഷർജിക്ക് പറഞ്ഞു തരാം. ഗ്യാസുകളുടെ സൂക്ഷ്മ തലത്തിൽ ചിന്തിക്കണം. അതിനകത്ത് ചെറിയ കണികകളുണ്ട്. ഈ കണികകള് അടുപ്പിച്ചല്ല ഇരിക്കുന്നത്, ഇതിന്റെ ഇടയ്ക്ക് വ്യാപ്തമുണ്ട്, സ്പേസ്, എംപ്റ്റി സ്പേസ് ഉണ്ട്. And there is another one thing also. These particles keep moving about and they hit against each other. They create a pressure. ഈ സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ മനുഷ്യന് ഇതിൽ ചില തെറ്റുകൾ വരും, ചില കറക്ഷൻ വരുത്തേണ്ടി വരും. അപ്പൊ ആ ഐഡിയൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു മാറ്റം വരും. അപ്പൊ അങ്ങനെ വരുമ്പം റിയൽ ഗ്യാസസ്, ഐഡിയൽ ഗ്യാസസ് ഈ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്യാസസ് അങ്ങനല്ല. അപ്പൊ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അറിയണം. അതറിയണം. അവന് എന്തോ ചെയ്യണം? അവന് സൂക്ഷ്മതലത്തിൽ എത്തണം. സൂക്ഷ്മതലത്തിൽ എത്തണമെങ്കിൽ അവന് എവിടെ എത്തിക്കണം? മൈൻഡും പിന്നെ ഈ മാറ്റർ മാത്രം നിന്നാൽ പോരാ. അവന് ആ സൂക്ഷ്മതലത്തിൽ എത്തണമെങ്കിൽ അവൻ ആ കോൺഷ്യസ്നെസ് ലെവലിൽ പോയിട്ട് ആ സൂക്ഷ്മമായ തരത്തിലുള്ള ആ കണികകളെ കുറിച്ച്, ഗ്യാസിനകത്തെ കണികകളെ കുറിച്ച്, അതിനകത്തെ അവസ്ഥയെക്കുറിച്ച് അവൻ ചിന്തിക്കണം. അപ്പോഴാണ് അവന് ആ കോൺഷ്യസ്നെസ് ലെവൽ നിൽക്കുമ്പം ആ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടില് ആ തലത്തിൽ വന്നിട്ട് അവന് കിട്ടുന്ന റിസൾട്ട് പക്ക ആകുന്നത്. ഇപ്പോഴെനിക്കിത് തെളിഞ്ഞത്, ഇപ്പോഴെനിക്കത് കിട്ടിയത്. നമുക്ക് ഐഡിയൽ ഗ്യാസസ് ഒക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പം ഇത് കൺസിഡർ ചെയ്യില്ല. പക്ഷേ പിന്നീടാണ് ഐഡിയൽ ഗ്യാസസിന്റെ സൂക്ഷ്മതലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് കൺസിഡർ ചെയ്താൽ അന്ന് ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ മാറ്റം വരും. PV is equal to nRT, pressure, volume, temperature. R is the gas constant. N is a factor, it is the number of molecules in that gas. ആ ഇക്വേഷനിൽ ഒരു മാറ്റം വരും. PV is equal to nRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരും. It will be modified. റിയൽ ഐഡിയൽ അല്ല, റിയൽ ഗ്യാസ് ഇക്വേഷനിലോട്ട് വരും. അപ്പോൾ
അതാണ് പറഞ്ഞത്. ആ സെർട്ടിറ്റ്യൂഡ് കുറച്ചുകൂടെ വരാൻ, പക്ക ആയിട്ട് റിയൽ ആയിട്ടുള്ളത് വരാൻ, യാഥാർത്ഥ്യം, സത്യമായിട്ടുള്ള അവസ്ഥ അത് വരണമെങ്കിൽ കോൺഷ്യസ്നെസ് ലെവലിൽ പോയാൽ എന്നാലേ ഉള്ളൂ. എന്താണ് ആ ആബ്സല്യൂട്ടിന്റെ ആ ലെവലിൽ പോയാലേ ഉള്ളൂ ആ പൂർണ്ണതയിലുള്ള ആ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ട് ശരിയായ ആ ഇന്റർപ്രിട്ടേഷനും റിസൾട്ടും വരുന്നത്. ഇപ്പോഴെനിക്കത് ക്ലിക്ക് ചെയ്തത്, ഞാൻ ഓർത്തില്ലായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കത് പിടികിട്ടിയത്. അപ്പം ആ ഹോമോജീനസ് മാട്രിക്സിൽ നിന്നാൽ കൺസെപ്റ്റ്സും പെർസെപ്റ്റ്സും വന്ന് യോജിച്ചിട്ട് പരസ്പരം ഒന്ന് മറ്റേതിനെ സപ്പോർട്ട് ചെയ്ത് ആ നോർമറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ ആബ്സല്യൂട്ടിന്റെ തലത്തിൽ വരുമ്പോഴാണ് പരിപൂർണമായ ഒരു ആ റിസൾട്ട്, സത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ആ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്. പിന്നെ അതിന്റെ ബാക്കി കുറച്ചുണ്ട്. വി ഹാവ് ഓൾറെഡി റിഫേർഡ്, അതിന്റെ കുറച്ച് കഴിയുമ്പോൾ വി ഹാവ് ഓൾറെഡി റിഫേർഡ് ടു ദ 2 possible proofs on the Pythagorean theorem as to locate the. ഇതിനു മുമ്പേ 2 Pythagorean theorem പറഞ്ഞത്. ഒന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ Pythagorean theorem that the square on the അത് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതൊന്നും പിന്നെ വേറെ ഒന്ന് ഈ പിന്നെ വേറെ ഒരു Pythagorean theorem പറഞ്ഞു. ഇത് രണ്ടിലും അവര് പറയുന്നുണ്ട് we have to locate the ഉണ്ടല്ലോ ആ ഹൊറിസോണ്ടൽ ലൈൻ ന്യൂട്രൽ സോൺ where certitude in mathematics resides. മനസ്സിലായോ? അപ്പൊ അവിടെ ആ സെർട്ടിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ഈ കിട്ടുവാണെങ്കിൽ, ഈ പൈത്തോഗ്രിയൻ തിയറം കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ പക്കായിട്ട് കിട്ടാനുള്ള ആ സ്കോപ്പ് ഉണ്ട്. Cartesian correlates gives coordinates with the principle of orthogonality implied between them. Even without this strict orthogonality, laws of physics involving direct or indirect variation of various factors such as the square and the square root of time or of distance make of these correlates, even in their improvised sense, a potent instrument of research endowed with the ability to produce more ideas, more power and beauty. And this is അങ്ങനെ വരുമ്പം നമുക്ക് ഈ കർവ്സ് വരുന്നത് പൈത്തഗോറസ് തിയറം തന്നെ നമുക്ക് ആ ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ സ്ക്വയർസ് വെച്ചിട്ട് നമ്മൾ എംപിരിക്കൽ ഇതിൽ വന്ന് അപ്പൊ ഇതിന്റെ രണ്ടിലാണ് ആ ഒരു സർട്ടിറ്റ്യൂഡ് നിൽക്കുന്നത്. രണ്ടിലും അല്ല. അപ്പൊ അത് എന്നിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വരുമ്പോഴത്തേക്ക് രണ്ട് ആക്സിസിന്റെ ഇടയ്ക്ക് രണ്ടിന്റെ ഇടയ്ക്ക് ആ ഒരു സീറോ ഡിസ്റ്റിങ് നിൽക്കുകയാണ്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. അത് എവിടെയാണ്? അപ്പൊ പിന്നെ നമ്മളിപ്പോ ലോസ് ഓഫ് ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിനും വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ മാറ്ററിന്റെ ഓരോ ഫോംസിന് രണ്ട് എക്സ്ട്രീമിറ്റീസിൽ നമുക്ക് പോകുന്നു. ടെമ്പറേച്ചേഴ്സ് ആയാലും ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ പിന്നെ സ്ക്വയർ ഉണ്ട്, അതേ കണക്ക് തന്നെ സ്ക്വയർ റൂട്ട്സും ഉണ്ട്. ഇത് രണ്ട് വശങ്ങളും ഉണ്ട്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് ഇതിന് അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബ്യൂട്ടി വരുന്നത്. രണ്ട് വശങ്ങൾ വന്നിട്ട് ഈ അതിന്റെ ഒരു അബൻഡൻസ് അല്ലെങ്കിൽ അതിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ പവർ അതിൽ നിന്നാണ് അത് വരുന്നത്. ഈ പവർ വരുന്നത് അപ്പൊ ഇദ്ദേഹം ഈ നോർമേറ്റീവ് സയൻസിന്റെ ഇത് കാണിക്കാനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഗോസിയൻ കർവ് പറയുന്നത്. ഗോസിയൻ കർവ് നമ്മുടെ സിമെട്രിക്കൽ ആയിട്ട് പോയിട്ട് ഒരു ബെൽ ഷേപ്ഡ് ആയിട്ട് വന്നിട്ട് ബെൽ ഷേപ്ഡ് ആയിട്ട് വരുന്നത് അതിന്റെ ആ മുകളിലത്തെ ഭാഗത്ത് ആ സംഭവം നടക്കേണ്ട എന്താണോ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഏരിയ ആണ് ആ ഗോസിയൻ ബെൽ പോലെ ഉള്ള കർവ് വന്നാല് ആയിരിക്കും അദ്ദേഹം പറഞ്ഞ പ്യൂറോ. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്ക് അത് സിമെട്രിക്കൽ ആയിട്ട് പോവുകയാണ്. അതെ, പോവും. അപ്പൊ പോസിബിലിറ്റി വരണമെങ്കിൽ ആ മുകളിലോട്ട് ഉള്ള ആ പോയിന്റിലായിരിക്കാം പോസിബിലിറ്റി വരുന്നത്. അതാണ് so laws and theories to be later verified, confirmed by observed instances, as in the case of Einstein's theories themselves. പിന്നെ അത് കഴിഞ്ഞിട്ട്
മൂന്നാമത് പറയുന്നത് അപ്പൊ അവിടെയും സ്കോപ്പ് ഉണ്ട്. യു ക്യാൻ ഗോ ഫർദർ, യു ക്യാൻ ഗെറ്റ് മച്ച് പെർഫെക്റ്റ് റിസൾട്ട് വെൻ വി ഗോ അറ്റ് ദറ്റ് കോൺഷ്യസ്നെസ് ലെവലിൽ നമ്മൾ ഇത് മനസ്സിലാക്കാൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പിന്നെ ന്യൂട്രൽ സെൻട്രൽ സോണിൽ നിന്ന് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സെർട്ടിറ്റ്യൂഡ് വരുന്നതായിരിക്കും. Another of the astounding development in modern mathematics, മൂന്നാമത്തെ, is traced to the name of Cantor. ഈ കാൻറ്ററും പറഞ്ഞിരിക്കുന്നത് ensembles are nothing but they are also sets. നമ്മൾ അവിടെ പറഞ്ഞില്ലായിരുന്നോ algebraic equationന്റെ സൊല്യൂഷൻ 4-നെക്കാട്ട് എനിത്തിങ് റേസ് ടു ദ പവർ ഓഫ് 4-നെക്കാട്ട് കൂടുതലാണെങ്കിൽ അത് സെറ്റ്സ് ആയിട്ട് എടുത്താൽ ആ സെറ്റ് തന്നെയാണ് ഈ ensembles. ഒരു ഇൻഡിവിജ്വൽ അല്ലാതെ seeing it as a whole അല്ല as a group. Yes, as a group, as a whole you have to take it. അപ്പൊ അതിന്റെ ഒരു തിയറം ആണ്. Theorem of ensembles is in a certain manner mathematics which has rid itself of its substance and reduced it to its pure form. Appo the implication of this far-reaching discovery are many, such as that of the notion of transfinite numbers and the one-to-one correspondence both between transcendental or more immanent ones. അപ്പോ അതൊരു ഇവിടെ നമ്മൾ ആ സെറ്റ് എഴുതുമ്പം സെറ്റ് ഇസ് a collection of several number ആകാം, objects ആകാം, ആൽഫബറ്റ്സ് ആകാം, ഇങ്ങനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് പിന്നെ ഉണ്ട്, ചില തിയറീസ് ഉണ്ട്. രണ്ട് കാൻറ്റേഴ്സ് തിയറം ഉണ്ട്. ആ കാൻറ്റേഴ്സ് തിയറം നോക്കിയായിരുന്നു സരത്ജി, അത് എങ്ങനെയാണെന്ന് ഞാൻ എവിടെയോ എഴുതിയിട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഫോണിനകത്തായിരിക്കുന്നത്. അത് ഡിസ്കസ് ചെയ്യാൻ ടുമോറോ. അപ്പോ അതിനകത്ത് പറയുന്നത് the theory of ensemble, it states that come to that. അല്ല ഇപ്പൊ തന്നെ 3 മണിക്കൂറായി. അപ്പം അത്ര ആയില്ലേ? ഓക്കെ വിൽ ഡു ടുമോറോ. വിൽ ഡു പൈത്തഗോറസിന്റെ രണ്ടാമത്തെ ഇതും നമുക്ക് ചെയ്യാം. അവിടെയും ഉണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇത് കേൾക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഒരു ലിമിറ്റിന്റെ ഒരു ഇതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ okay. So we will do 3, 4 and 5 tomorrow. Right. 3, 4 and 5 tomorrow. Okay. So we have to say that. Yeah. We humbly bow and surrender ourselves to the all and ever pervading effulgence of the absolute. Love, bliss. Hari Om.